ഒരു പ്രശ്നമില്ല. എനിക്ക് കയറാൻ പറ്റും. ഞാൻ ഇന്നലെ ഇവിടെ എന്റെ അവിടെ ഒരു മനുഷ്യരില്ലാതെ അങ്ങനെ ഹോസ്പിറ്റലായിരുന്നു. നിങ്ങൾ ക്യാമറ നോക്കും, ഒരാളില്ലായിരുന്നു. നൻപാ നൻപികളെ, നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ഞങ്ങളൊരു ചാൻസ് തരട്ടെ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ 99% ആളുകളും വേണ്ട എന്ന് പറയത്തില്ല. കാരണം നമ്മുടെ നാട്ടിലെ മെജോറിറ്റി ഓഫ് ആളുകൾക്കും ആ സിനിമ തിയേറ്ററിനകത്തുള്ള ആ ഒരു വലിയ സ്ക്രീനകത്ത് നമ്മുടെ മുഖം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കാണുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെ സിനിമ സ്വപ്നം കണ്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒരുപാട് ആളുകൾ എത്തപ്പെടുന്നത് ചിലപ്പം ഓരോരോ രീതിയിലായിരിക്കും. ചിലപ്പം ചിലർ സിനിമയിൽ തന്നെ എത്തപ്പെടും, അല്ലാത്ത ചിലരാണെങ്കിൽ ഗുണ്ടായിസം, മയക്കുമരുന്ന് മാഫിയ, പെൺവാണിഭം ആ രീതിയിലേക്ക് വഴിതെറ്റി പോകുന്ന ആളുകളുമുണ്ട്. ഓക്കെ, ഞാനും ഇതുപോലെ സിനിമ സ്വപ്നം കണ്ട് വന്നിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു. പക്ഷേ ഞാനും ഇതുപോലെ വഴിതെറ്റി എത്തപ്പെട്ടത് തെറ്റായിട്ടുള്ള രീതിയിലോട്ടൊന്നും നമ്മളിതുവരെ പോയില്ല. നമ്മൾ വഴിതെറ്റി എത്തപ്പെട്ടത് ആങ്കറിങ് ഫീൽഡിലോട്ടായിരുന്നു. അങ്ങനെ സിനിമ സ്വപ്നം കൊണ്ട് വന്ന ഞാനായിരുന്നു പിന്നീട് ടോപ്പ് ആങ്കർ എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിൽ വന്നത്, പിന്നീട് ബമ്പർശ്ശേരി വന്നത്, പിന്നെ നമ്മൾ ഇൻ്റർവ്യൂസ് എടുക്കാൻ തുടങ്ങി, അങ്ങനെ ഒരു ആങ്കറായി മാറുന്നത്, ആ രീതിയിലേക്കൊക്കെ എത്തപ്പെട്ടത്. പക്ഷേ വഴിതെറ്റിപ്പോയ വേറൊരാളുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അത് നമ്മുടെ അശ്വതി ബാബു. ജീവിതം നായനാക്കി എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും പറയുന്നത്, പക്ഷേ അങ്ങനെയല്ല. കാര്യം വേറൊരു കമൻറ്റ് ഞാനിവിടെ വായിക്കാം. അതിന് മുന്നേ പുള്ളിക്കാരി ലാസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാക്കിയിരിക്കുന്ന കുറച്ച് രംഗങ്ങളുടെ വിഷ്വൽസ് ഞാനിവിടെ വെക്കാം. നിങ്ങളിൽ പലരും കണ്ടിട്ടുള്ളതായിരിക്കും, എന്നാലും ഞാനിത് ഇവിടെ വെക്കും, കാരണം പൈസ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെക്കാം. ഒരു പ്രശ്നമില്ല. എനിക്ക് കയറാൻ പറ്റും. ഞാൻ ഇന്നലെ ഇവിടെ എന്റെ അവിടെ ഒരു മനുഷ്യരില്ലാതെ അങ്ങനെ ഹോസ്പിറ്റലായിരുന്നു. നിങ്ങൾ ക്യാമറ നോക്കും, ഒരാളില്ലായിരുന്നു. ഹോസ്പിറ്റലിലെ കർഷകര് കോടതി എനിക്കല്ലോ ഈ 4 പേര് മനുഷ്യർ ഒറ്റ സാക്ഷി ഒരു പെട്രോൾ എന്ത് ഞാൻ ഇന്നലെ മുതലേ ഇവിടെ എവിടെ ഇരുന്ന് ഇങ്ങനെ എനിക്ക് തുണി പൊക്കെ ഞാൻ കാഴ്ച വീടിച്ചതെല്ലാം ചെയ്ത് നിനക്ക് ഒരാളുണ്ടാകും ഒരു ട്രീറ്റ്മെന്റ് എന്റെ കുട്ടികളെ ശല്യം ചെയ്യാൻ ചെറിയ കുട്ടികളെ ഞാൻ കുട്ടികളൊന്നും ചെയ്യില്ല, എനിക്കറിയാം. കുഞ്ഞുമക്കളെല്ലാം ഞാൻ മനസ്സിലായോ? അവരതൊന്നും വരുന്നില്ല, അതൊന്നും ഒരു പോലീസിൽ അറിയത്തില്ല. നിന്റെ എനിക്കറിയാമല്ലോ. നിങ്ങളോട് അറിയാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. നിങ്ങളോട് നിങ്ങളുടെ കുടികളാണ് ഇവിടെ ഉണ്ടായിട്ടില്ല. എനിക്ക് സേഫായിട്ട് എവിടെയെങ്കിലും നിർത്താൻ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും കൊണ്ട് വന്നു കഴിഞ്ഞാൽ മരുന്ന് തരണം, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കണം. ഞാൻ നിങ്ങളെ വിളിക്കുന്നില്ല. കണ്ണൂർ തളിപ്പറമ്പ് ആശുപത്രിയിലെ ലേബർ റൂമിന്റെ മുന്നിൽ നിന്നിട്ടാണ് ഈ പരിപാടി കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ലേബർ റൂം കുത്തി തുറന്ന് അകത്ത് കയറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിയ പരാക്രമം കാണിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ മുട്ടം തെറി വിളിക്കുന്നുണ്ട്. എൻ്റെ പൊന്നിടാവേ ചെവിയും കേട്ടുകൂടെ കണ്ണും കേട്ടു അമ്മാതിരി തെറിയ കാര്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് വിഷയമാണ്. ഓക്കെ, അപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോലീസുകാർ പിടി ചെവള വളക്കാർ ആടി കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ പുള്ളിക്കാരിക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പുള്ളിക്കാരിയെ പിന്നീട് കോഴിക്കോട് മെന്റൽ ഹോസ്പിറ്റലിലോട്ട് മാറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അശ്വതി ബാബുവിനെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്കിന് സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും അത്യാവശ്യം നല്ല കരിയർ ബിൽഡ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അശ്വതി ബാബു എന്നൊക്കെ പറയുന്നത്. പക്ഷേ പുള്ളിക്കാരി കുറേ നാളുകൾക്ക് മുന്നേ ആണെങ്കിൽ ഒരു ലഹരി കേസിലാണെങ്കിൽ പുള്ളിക്കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് പുള്ളിക്കാരിയുടെ ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് പെൺകുട്ടികളുടെ ആണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കുറച്ച് അശ്ലീല വീഡിയോകൾ അതിനകത്തുനിന്ന് കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ പോലീസ് ഒരു ഇതിൽ നിഗമനത്തിലോട്ട് എത്തുകയാണ്. ഇവർ പിന്നീട് ഈ ഒരു സെക്സ് റാക്കറ്റുമായിട്ടുള്ള കുറച്ച് ബന്ധം കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് പുള്ളിക്കാരിക്ക് ഈ ഒരു ലഹരി മാഫിയ ആ ഒരു കേസ് ഇതെല്ലാം പുള്ളിക്കാരിയുടെ തലയിൽ വന്ന് വീണിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുന്നുള്ള സംഭവമാണ്. അപ്പം ഇതിൽ എത്രമാത്രം സത്യമുണ്ട് ഇല്ല എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പിന്നെ ഈ ലഹരി കേസ് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ പെടുത്തിയതാവാനും സാധ്യതയുണ്ട്. അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പം ഇതിനൊക്കെ ശേഷമാണെങ്കിൽ 2 വർഷം മുന്നേ ആണെങ്കിൽ
ഈ അശ്വതി ബാബുവിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ശ്രീകാന്തും അതേപോലെ സാബു എന്ന് പറയുന്ന വ്യക്തിയും കൂടെ പുള്ളിക്കാരിയെ സാമ്പത്തികമായിട്ട് പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ട്. പിന്നീട് പുള്ളിക്കാരി ഒരു മറുനാടൻ എക്സ്ക്ലൂസീവിൽ കൊടുത്തേക്കുന്ന ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു, അതോടെ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഞാൻ ഇത്ര വർഷം എല്ലാവരും അറിയുന്ന അശ്വതി മയക്കുമരുന്നും ഇതുവാ. അശ്വതി ഇതൊന്നും അടിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. എൻ്റെ ജീവിതം എല്ലാവരും കൂടി തകർത്തതാണ്, മിസ്യൂസ് ചെയ്തതാണ്. എനിക്ക് നീതി വേണം, ഞാനിത് കച്ചവടം ചെയ്യുന്നു, എനിക്ക് പണമല്ല വേണ്ട. ഒരു 16 വയസ്സായുള്ള കുഞ്ഞിന് പണം വേണോ, അല്ലെങ്കിൽ സ്വത്ത് വേണോ, അല്ലെങ്കിൽ UFO വേണോ, എന്ത് വേണം? അങ്ങനെ ഒരിക്കലും ഉണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ അങ്ങനെ ഒരാളുടെ അടുത്തുനിന്ന് നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ എല്ലാവരും കാണുന്നുണ്ടാവും, ഇതിൽ മിക്കവർക്കും എന്നെ അറിയാമായിരിക്കും. അവർ തന്നെ ലൈവ് വന്ന് പറയും എത്ര പേര് എന്നെ രക്ഷപ്പെടുത്താൻ നോക്കി, ഇവരെന്നെ വിടില്ല. ഇവരുടെ പണത്തിന് വേണ്ടി ഇവർ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഇവരുടെ പവറും ഇതും ഉപയോഗിച്ച് നമ്മളൊരു മോശക്കാരിയും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച് അത് ചെയ്യുന്നവൻ ശരിയുമാണ്. അതിൻ്റെ പണം കൊണ്ട് ആൾക്കാരുടെ മുമ്പിൽ തെളിഞ്ഞ് കാറി നടക്കുന്നവൻ UFOയുടെ ഓണറാവുന്നു സാറേന്ന് വിളിക്കാൻ. നമ്മളെ സാറേന്ന് വിളിക്കാനും ഒന്നും ആരും ഉണ്ടാവില്ല. നമുക്ക് എന്താ പറയുക, ഇതുപോലെ ഇവർ ഓരോ വഴി വരും. നമ്മളെ ലാസ്റ്റ് കുപ്പയിലും അവരൊക്കെ കാറിലും പെൻസിലും ഒക്കെ നടക്കും. എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടില്ല, എൻ്റെ ആങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, എന്നെ അവരൊക്കെ നല്ല രീതിയിലാണ് വളർത്തിയത്. ഇവൻ കെട്ടുമെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ഇവരെൻ്റെ കൂടെ 8 വർഷമായിട്ട് എൻ്റെ 16 വയസ്സിൽ ഞാൻ ഈ കൊച്ചി വരുന്നതാണ്. ഇവർ വന്നതിന് ശേഷം ഇവർക്ക് വീടെടുത്ത് കൊടുക്കാനും എല്ലാ കാര്യത്തിനും ഞാൻ തന്നെയാണ് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഇവരൊരു സഹായിയപ്പോൾ ഇവർ എന്നെ വെച്ച് പണം ഉണ്ടാക്കി. ഞാനപ്പോൾ എനിക്ക് പൈസയ്ക്ക് ആവശ്യമില്ല, എൻ്റെ കൈ വരുന്ന പൈസയില്ല, ഞാൻ ഇവർക്ക് 2 പേർക്കും ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. ഈ സാബു എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. അവനും ഇതുപോലെ എൻ്റെ ആങ്ങളെ പോയി തല്ലി അവനെ. ഇതൊക്കെ ഇത് അറിയുമ്പോഴത്തേക്ക് വർഷങ്ങൾ കഴിഞ്ഞു പോയി. എൻ്റെ വീട്ടുകാർ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ എൻ്റെ ആങ്ങളെ അവൻ്റെ അടുത്ത് അവനെയൊക്കെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എന്ത് ചെയ്യണം ഇനി ഒരു പെങ്കൊച്ചിനും ഇതൊന്നും വരരുത്. ഓക്കെ, ഇപ്പം ഇതിനകത്ത് പുള്ളിക്കാരി പറയുന്നത് പ്രകാരമാണെങ്കിൽ 32 ലക്ഷം രൂപകൾ എന്തോ കണ്ട് പുള്ളിക്കാരുടെ നിന്ന് തട്ടിയിട്ട് ഈ പറയുന്ന പോലെ സാബു എന്ന് പറയുന്ന ആളും ശ്രീകാന്ത് എന്ന് പറയുന്ന ആളും UFO എന്ന് പറയുന്ന ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെ മുന്നോട്ട് പോയിരുന്നു. അതേപോലെ തന്നെ പുള്ളിക്കാരിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുപാട് ഇതുപോലെ പൈസയുടെ പരിപാടി ഇടപാടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ടൊക്കെ എത്തപ്പെട്ടത് ഇവർ കാരണമാണ് അല്ലെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്ന എനിക്ക് തോന്നിയിട്ട് സംഭവം വെച്ചാൽ 16 വയസ്സുള്ളപ്പോഴാണ് കൊച്ചിയിലോട്ട് എത്തിയെന്നുള്ളത്. 16 വയസ്സ് പ്രായം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഈ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് +1 +2 എഡ്യൂക്കേഷൻ്റെ ആ ഒരു ടൈമാണ്. ആ സമയത്ത് കൊച്ചിയിലേക്ക് എത്തപ്പെടുന്നു. പിന്നീട് ഇവരുടെ ഈ 2 പേരുടെ കാര്യങ്ങളിലൊക്കെ എത്തപ്പെടുന്നു. പിന്നീട് ജീവിതം ഈ രീതിയിലോട്ട് തിരിഞ്ഞ് മാറിപ്പോവുകയാണ്. അപ്പം ഞാൻ ആലോചിക്കുന്ന ഈ പേരൻസ് അന്ന് ഈ ഒരു അല്ലെങ്കിൽ ആ ഒരു കൊച്ചുകുട്ടിയായിരുന്ന ഈ ഒരു 16 വയസ്സുകാരി ആയിരുന്ന അശ്വതി ബാമനെ കൃത്യമായിട്ടുള്ള രീതിയിൽ കെയറോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പം ഈ ഒരു രീതിയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത്. പിന്നെ അശ്വതി ബാബു അത്ര എന്താ പറയുക, അവരുടെ മണ്ടയ്ക്ക് ഇത്രയും പറയുമ്പോഴും വേറൊരു കമൻറ്റ് ഞാനൊരു സ്ഥലത്തൊരു വീഡിയോയുടെ താഴെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് വീഡിയോ ഇടാമായിരുന്നു. ഇവർ ഒരു കാക്കനാട് സ്വദേശിയെ വിവാഹം ചെയ്തിരുന്നു. അയാൾ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഇവർ 2 പേരും കൂടി പല കേസുകളിൽ പ്രതികളുമായിരുന്നു. ഇതൊക്കെ കുറേ ആളുകൾക്ക് അറിയാവുന്നതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കുന്ന ഒരു പരിപാടിയാണ്. ഇവർ 2 പേരും കൂടെ ചേർന്ന് നടത്തിക്കുന്ന കുറേ പരിപാടികളാണ് എന്നുള്ളതാണ്. പക്ഷെ പുള്ളിക്കാരി ഇതിനകത്ത് പറയുന്നത് പ്രകാരം ഈ പുള്ളിക്കാരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർ കളിച്ചേക്കുന്ന കളികളാണ് എന്നുള്ള രീതിയിലേക്കാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളുടെ ഈ ഒരു വീഡിയോക്കകത്ത് പുള്ളിക്കാരി സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ പ്ലേ ചെയ്യാം. അശ്വതി പെൺവാണിഭം നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടാ, പെൺവാണിഭം നടത്തിയതല്ല. 16 വയസ്സിൽ ചേട്ടാ ഇവിടെ വരുന്നേ. ഇപ്പോഴും അശ്വതി ഇവിടെ തന്നെയാണ്. അശ്വതി ഇങ്ങനത്തെ ആൾക്കാരുമായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് അശ്വതിക്ക് പെൺവാണിഭത്തിലുണ്ട്. അശ്വതി ഡ്രഗ്സ് അടിച്ചത് കൊണ്ട് ഡ്രഗ്സ് കച്ചവടം. അശ്വതി ഒരു സിനിമയിൽ അഭിനയിച്ചു പോയി. അശ്വതിക്ക് ദൈവം തന്ന എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് വേറെ വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ട് എൻ്റെ ഇത് വെച്ച് ഒരാൾ എനിക്ക് ഹെൽപ്പ് ചെയ്തത്. അത് ആ വഴി മുട്ടിച്ചു. എനിക്ക് വേറെ വഴിയില്ല, ആകെ ഉണ്ടായിരുന്ന ആ വഴിയായിരുന്നു, അതും മുട്ടി. ഞാൻ വന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ വീട്ടുകാർ എന്നെ കൊണ്ട് എൻ്റെ ആങ്ങളെ വന്ന് നിൽക്കുന്നത്. എൻ്റെ ആങ്ങളയ്ക്ക് ഇതൊന്നും അറിയില്ല. ഇപ്പോഴായിരിക്കും എൻ്റെ ആങ്ങളെ കേൾക്കുന്നത്. അവരൊന്നും എൻ്റെ 1 രൂപ പോലും തിന്നിട്ടില്ല. അവരൊന്നും ഇന്നും എന്താ സത്യമായത് അവർ വിചാരിക്കുന്ന ഇവരെല്ലാവരും വേറെ ബിസിനസ് എന്നാ വീട്ടിൽ പറയുന്നൊക്കെ. സത്യം പറയാൻ പറ്റുമോ? വീട്ടുകാരോട് പറയുന്ന ഇവിടെ ജോലിക്കാണ്, മറ്റേടത്താണ്, പെട്ടുപോകുന്നതാണ് മറ്റേ കേസിൽ. ഞാൻ അത് ചെയ്തില്ല, ഇതാണ് വീട്ടുകാർക്ക് അറിയാവുന്നത്. ന്യൂസ് വരുമ്പോഴത്തേക്ക് ഒന്ന് പ്രതികരിക്കാനോ അതിനൊന്നുമുള്ള ഒരു ആംബിയറുള്ള പെൺകുട്ടിയല്ല ഞാനൊരു കൂട്ടി വളർത്തുന്ന
പക്ഷിയാണ്. അതിന് പറക്കാൻ പറയുമ്പോൾ പറക്കുക. അത് കഴിഞ്ഞ് ആ സ്പോട്ടിൽ ജീവിക്കുന്നത് അശ്വതി ഞാനിപ്പോൾ എൻ്റെ വീട്ടുകാരാണ് എന്നെ നോക്കുന്നത്. ഈ 6 മാസം കാരണം ഞാൻ ഹോസ്പിറ്റലാകുമ്പോഴാണ് എൻ്റെ വീട്ടുകാർ തിരിച്ചറിയുന്നത്. എങ്ങനെയാ ഹോസ്പിറ്റലാണ്? എനിക്ക് ഇവര് മൂലം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ശ്രീകാന്ത് മൂലം പ്രഗ്നൻ്റ് ആയി അബോർഷൻ ചെയ്തതൊന്നും എൻ്റെ വീട്ടുകാരുടെ അടുത്ത് ഞാൻ ഇപ്പം ഈ ലൈവിൽ കൂടെ ആയിരിക്കും എൻ്റെ അമ്മ അറിയുന്നത്. പറഞ്ഞില്ല. ഈ മാനസിക പീഡനത്തിൽ ഞാൻ സൈക്കാട്രിക് പ്രോബ്ലമായി. എന്നെ ഹോസ്പിറ്റലിലും ഇതിനും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കേസും ഇതല്ല. എൻ്റെ ജീവിതം എന്ത് ചെയ്യണം? ഞാനൊന്നും ചെയ്തിട്ടില്ല. ആരോട് സംസാരിക്കാനോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തൊരു സിനിമ ഒരാളും മുമ്പിൽ വരാൻ എനിക്ക് അതിനുള്ള പവറൊന്നും. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടി തോന്നുകയാണ്. കാരണം നമ്മളൊരു ലക്ഷ്യത്തിൻ്റെ പുറകെ ഇറങ്ങി തിരിക്കുമ്പോഴത്തേക്കിന് അവിടേക്ക് പിന്നെ നമ്മൾ എത്തപ്പെടുന്നത് ഒരിക്കലും അർഹതപ്പെടാത്ത തെറ്റായിട്ടുള്ള കരങ്ങളിലേക്ക് ആകുമ്പോഴത്തേക്കിന് ഒരാളുടെ ജീവിതം ഈ രീതിയിലൊക്കെ മാറി മറിയുകയാണ്. ഇന്ന് വലിയൊരു മാനസിക രോഗിയായിട്ട് മാനസിക വിഭ്രാന്തിയുള്ളൊരു സ്ത്രീയായിട്ട് മാറിയിരിക്കുകയാണ് ഈ പറയുന്ന പോലെ അശ്വതി ബാബു എന്ന് പറയുന്നത്. അന്ന് ആ 16-ാം വയസ്സിൽ നല്ല രീതിയിലുള്ളൊരു പേരൻറ്റിങ് കിട്ടിയിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം മകളെ നല്ല രീതിയിൽ ആ പേരൻസ് നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടത്തില്ലായിരുന്നു. ഓക്കെ, പിന്നീട് അബോർഷനായി എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാര്യം അത്രയും എക്സ്ട്രീം ലെവലിലോട്ട് പുള്ളിക്കാരി എത്തപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ നിങ്ങൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു ലക്ഷ്യത്തിൻ്റെ പുറകെ പോകുമ്പോൾ സിനിമയെന്നല്ല ഏതൊരു ലക്ഷ്യമാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് 2 വഴി ഉണ്ടാകും. ഒന്ന് നേരെ പോകാനുള്ള ശരിയായിട്ടുള്ള വഴി, 2 കുറച്ച് വളഞ്ഞ വഴിയായിരിക്കും, കുറുക്ക് വഴിയായിരിക്കും. പക്ഷേ അവിടെ നിങ്ങൾ പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കുറുക്ക് വഴി കൂടെ തന്നെയാണ് ഇന്ന് പല ആളുകളും നമ്മുടെ സമൂഹത്തിലെ 95% ആളുകളും സക്സസ് ഉണ്ടാക്കുന്നത് അതേ കുറുക്ക് വഴിയിലൂടെ തന്നെയാണ്. വെറും 5% പേര് മാത്രമാണ് നേരെ വഴിയിലൂടെ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അവിടെ എത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ കുറുക്ക് വഴി പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്രയും ഭീകരമായിട്ടുള്ള അവസ്ഥകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കുണ്ടും കുഴിയൊക്കെ ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആളുകളെ കാണുമ്പോഴത്തേക്കിന് ഒഴിഞ്ഞു മാറി പോകാൻ നോക്കുക. അല്ലെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്, അല്ലെങ്കിൽ അതൊരു റോങ് നമ്പർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനുള്ള വഴി നോക്കുക. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ആ ഒരു മുൾക്കാടുകൾക്കിടയിലൂടെ ദേഹത്ത് മുറിവ് പറ്റാതെ നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ വഴിയെ പോവുക എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.